ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ബലിപെരുന്നാളാണല്ലോ. അപ്പോൾ മാൻകാക്കും ഷാലും ആഷിമോനൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പെരുന്നാൾ നിസ്കാരത്തിന് ഇറങ്ങുകയാണ്. അവർ പോയി കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പായസമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അവർ തിരിച്ചെത്തുമ്പോഴത്തേന് പായസമൊക്കെ ഉണ്ടാക്കി വെക്കണം. അല്ലെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു വരവുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കണത്. അപ്പം ആ പരിപാടിയിലാണ് കേട്ടോ. നേരത്തെ ആയാൽ ചൂടാറും ചെയ്യും ഉണ്ടാക്കിയാൽ. അപ്പം അവർ വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചാൽ ചൂടാറി ഇളം ചൂടിലൊക്കെ നല്ല ടേസ്റ്റാണല്ലോ പായസം കുടിക്കാൻ. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ബാക്കിയുള്ള പണികൾ നെയ്ച്ചോറ് ഇന്നുണ്ടാക്കണത്, പിന്നെ ആട് കുറുമ ഉണ്ടാക്കണം, പിന്നെ സ്പ്രിംഗ് ഓയിൽ പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ അച്ചാറ്, പപ്പടം, സലാഡ്, ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ചിക്കൻ കഴുകി വെള്ളം തോർത്താൻ വെക്കണ്ട കേട്ടോ. തോർന്നതിൻ്റെ ശേഷം പിന്നെ മസാല കൂട്ടിയൊക്കെ വിചാരിച്ച് പിന്നെ മട്ടനുണ്ട് ഉണ്ടാക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മട്ടൻ കുറുമയാണല്ലോ. അപ്പോൾ അതൊന്ന് അടുപ്പിൽ വെച്ച് ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നെയ്ച്ചോറും കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ നിസ്കരിക്കും വേണ്ട, പെരുന്നാൾ നിസ്കാരം വേണ്ട, നമുക്ക് പണി മാത്രം പോരല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കണം. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് പണികൾ കേട്ടോ. പിന്നെ ആരോ ബെല്ലടിച്ചു കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇളച്ചന്മാരെ മക്കളാണ്. പോയി നോക്കട്ടെ. നമ്മളെ പെരുന്നാൾ കുട്ടി ഇതുവിനെ പോണ് കാണൽ തന്നെ ഇല്ല കേട്ടോ. എന്നെ കാണാൻ വന്നല്ലേ, കാണാഞ്ഞിട്ട് പൂച്ച വരെ വന്നേക്കണോക്കെ. എന്നെ കാണാഞ്ഞിട്ടാണത്. എവിടെ ഈ ഋതു വിചാരിച്ചാണ്ട് അടക്കെ പൂച്ച വരെ എൻ്റെ അടുത്ത് വന്ന് നോക്കണതാ. അന്നവിടെ കാണാഞ്ഞിട്ട് ഒന്ന് തലോടാൻ വന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവേ. ഇതൊക്കെ അല്ല ആള് കേട്ടോ. കല്യാണത്തിന് എടുത്താ അടിപൊളിയാക്കണം കേട്ടാ. എന്നിട്ട് പോവന്നിട്ടെ ചോറിന്നിട്ട് പോയാ പോരാ. ചോറിന്നിട്ട് പോയി രാവിലെ ചോറിന്നിട്ട് പോയാ പോരാ. ഫോട്ടോ എടുത്താ എവിടെ ഫോട്ടോ എന്നിട്ട് ആരെ മാറ്റി തന്നെ ഇല്ലാത്ത
ആ സൂപ്പർ സൂപ്പർ